ഉമ്മാനെ വേദനിപ്പിച്ച നീ, വാപ്പയെ വേദനിപ്പിച്ച നീ ഇവിടെ ഒരുപാട് കാലം ഉണ്ടാകില്ലടാ. നിന്റെ ആയുസ് അള്ളാഹു വെട്ടി ചുരുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. കാരണം നീ പെറ്റ തള്ളയെ കണ്ണുനീര് കുടിപ്പിച്ചവനാ, ഉമ്മാനെ തല്ലിയവനാ, വാപ്പാനെ വേദനിപ്പിച്ചവനാ നീ. നിന്റെ ആയുസ് അള്ളാഹു വെട്ടി ചുരുക്കും. കേട്ടോ എല്ലാ എണ്ണം, എല്ലാ സഹോദരിമാരും കേട്ടോ. സ്വന്തം ഭർത്താവിനെ കിട്ടിയപ്പോൾ നിനക്ക് ഉമ്മായെ വേണ്ട, വാപ്പാനെ വേണ്ട, ഒന്ന് ഫോൺ വിളിക്കാൻ പോലും നിനക്കൊന്നും സമയമില്ലല്ലോ സഹോദരിമാരെന്നാലോചിക്ക്. പെറ്റ തള്ളയൊന്ന് വിളിച്ച് നോക്കാൻ, ഉമ്മ ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കാൻ, ഉമ്മാന് വസ്ത്രം വേണോ എന്ന് ചോദിക്കാൻ ഒരു മനസ്സില്ലാതെ പോയി. കാരണം നിന്റെ ലോകം നിന്റെ ഭർത്താവും നിന്റെ മക്കളും, നിനക്ക് അവരാണ് വലുത്. മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാത്ത ഒരുപാട് സഹോദരിമാരുണ്ടില്ല എന്ന് ഞാൻ പറയണില്ല. സ്നേഹിക്കുന്നവരുമുണ്ട്, പടച്ചവനെ തിരിഞ്ഞു നോക്കാത്തവരുമുണ്ട്. കണ്ണുനീര് കുടിപ്പിക്കുന്ന എത്രയോ മാതാപിതാക്കൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വൃദ്ധസദനങ്ങളൊക്കെ വല്ലാതെ വർദ്ധിക്കുന്ന കാലമാ. എങ്കിലും മാതാപിതാക്കളുടെ മുന്നിൽ കടന്ന് വാഴ്ന്നു പറയുന്ന എല്ലാ മക്കളും കേട്ടോ, നിന്നെ അള്ളാഹു എത്രയും പെട്ടെന്ന് പള്ളിക്കുഴിയിലെത്തിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 2, നിനക്കല്ല ഒരു നല്ല മരണം തരത്തില്ലടാ ജീവിതത്തിൽ ഒരിക്കലും. നീ കരുതിക്കോ, നീ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയ അൽഖമ റളിയല്ലാഹു തആല, സഹാബി വേറെ ആരുമല്ല, താടിക്കും തഴമ്പൊക്കെ നീളക്കുള്ള ആളാണെങ്കിലും അൽഖമ റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോൾ സ്വഹാബികൾ അടുത്തു വന്ന് നിന്നിട്ട് പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ സഹാബിയുടെ നാവ് പൊങ്ങുന്നില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നാവ് പൊങ്ങുന്നില്ല. അള്ളാഹുവെ പടച്ചവനെ, സഹാബത്ത് മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, അൽക്കമയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നില്ല നബിയെ. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ച 1ാമത്തെ ചോദ്യം, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോന്ന്. അപ്പൊ സ്വഹാബികൾ പറഞ്ഞു, ഉണ്ട് നബിയെ, വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ പ്രായം ചെന്ന ഉമ്മാനെ കൊണ്ടുവന്നു. മുത്തുനബി ചോദിച്ചു ഉമ്മയോട്, അൽക്കമയുമായിട്ട് എങ്ങനെ ഉമ്മ? നബിയെ, എനിക്കവനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു നബിയെ, എനിക്കവനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടാണ് അവനെ വളർത്തിയത്. പക്ഷെ പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോ എന്നെക്കാല് സ്നേഹം അവനവന്റെ ഭാര്യയോടാണ് നബിയെ. വല്ലാത്ത മറുപടി. റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞ, നബിയെ, അവന് എന്നെക്കാലും വലുത് അവന്റെ പെണ്ണും പിള്ളയാ. അവൻ എന്നോടത് കാണിക്കാൻ പാടുണ്ടോ? ഞാൻ അവൻ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ നബിയെ. പരിരങ്ങന. എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അവൻ എന്നെക്കാളും അവന്റെ ഭാര്യയെ സ്നേഹിക്കുന്ന നബി. ചരിത്രം പറയുക, തെറ്റിദ്ധാരണയായിരുന്നു എന്നാ പറയണേ. ഉമ്മയുടെ തെറ്റിദ്ധാരണയായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റുന്നില്ല ഉമ്മ, ഒന്ന് പൊരുത്തപ്പെട്ടു കൊടുക്ക്. ഇല്ല നബിയെ, എനിക്കത് മറക്കാൻ പറ്റുമോ? ഞാൻ അവനെ അത്രയ്ക്കും കഷ്ടപ്പെട്ട് വളർത്തിയത്, അവൻ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഞാൻ പൊരുത്തപ്പെടില്ല. മുത്തുനബി പിന്നെയും പറഞ്ഞു, പെടൂല നബിയെ. പിന്നെയും പറഞ്ഞു, പൊരുത്തപ്പെടും. ഇല്ല നബിയെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സഹാബ കത്തിച്ചളഞ്ഞേക്കാൻ പറഞ്ഞു. തന്റെ പൊന്നാര മകനെ കത്തിക്കാൻ പറഞ്ഞപ്പോ ആ ഉമ്മാക്ക് സഹിച്ചില്ല. ആ ഉമ്മ പറഞ്ഞു, നബിയെ, വേണ്ട നബിയെ, അവൻ എത്ര ദ്രോഹം ചെയ്താലും അവൻ എൻ്റെ മോനല്ലേ. അതാ ഉമ്മ. ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ ബാലിന് പോയപ്പോ, ഭക്ഷണം കഴിക്കാൻ പോയപ്പോ മക്കളെല്ലാവരും കൂടെ എന്നോട് പറഞ്ഞു, ഉസ്താദെ, ഞങ്ങളുടെ ഉമ്മയ്ക്ക് ക്യാൻസറാ ഉസ്താദെ. ഉമ്മയ്ക്ക് അറിയില്ല, ഞങ്ങളുടെ ഉമ്മയ്ക്ക് ക്യാൻസറാ, ഞങ്ങളുടെ ഉമ്മയ്ക്ക് അറിയില്ല ക്യാൻസറാ, വയറുവേദനയാണെന്നാ ഞങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഉസ്താദ് ദുആ ചെയ്യണം ഉമ്മയ്ക്ക് വേണ്ടി. പേരൊന്നും പറയരുത്, ഉമ്മയ്ക്ക് അറിയില്ല. ഉമ്മയ്ക്ക് അറിഞ്ഞാൽ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ മക്കൾ ഉമ്മാനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷമായി, നല്ല മക്കൾ. അവസാനം ഇറങ്ങാൻ സമയമായപ്പോൾ ഞാൻ പറഞ്ഞ, ഉമ്മാനെ എനിക്കൊന്ന് കാണണം. അങ്ങനെ അവരെന്നെ ഉമ്മാടെ മുന്നിൽ കൊണ്ടുവച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, മക്കളോടൊക്കെ പറഞ്ഞു പുറത്തു പോകാൻ. എല്ലാവരോടും പറഞ്ഞു പുറത്തു പോകാം. മക്കളൊക്കെ ഇറങ്ങിപ്പോയി. ഉസ്താദെ, ആ വാതിലൊന്ന് അടയ്ക്കോ? ഞാൻ വാതിലടച്ചു. എന്നെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഉസ്താദെ, എനിക്ക് ക്യാൻസർ ആണെന്ന് എനിക്കറിയാം. എൻ്റെ മക്കൾ അറിയുന്നതിന് മുമ്പേ ഡോക്ടർ എന്നോട് ആദ്യം പറഞ്ഞത് എനിക്ക് ക്യാൻസർ ആണെന്ന്. പക്ഷേ എൻ്റെ മക്കൾ കരുതിയിരിക്കുന്നത് എനിക്കറിയില്ല എന്നാ. പക്ഷെ ഉസ്താദ് അവരോട് പറയരുത്, എനിക്കറിയാമെന്ന് എൻ്റെ മക്കൾ അറിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് സഹിക്കൂല ഉസ്താദെ, പറയരുത്. അതാ ഉമ്മ. അല്ലാഹുവേ പടച്ചവനെ, നിങ്ങളൊക്കെ ഞാൻ ഈ അടുത്ത് നടന്നൊരു സംഭവം. നമ്മുടെ ഉമ്മ ആരെന്നറിയോ? പഠിക്കു സഹോദര. എടാ, വയറ്റിൽ ഗർഭിണിയാ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞിനെ അങ്ങ് കളഞ്ഞേക്കാം, ഈ കുഞ്ഞിനെ കളയാം. പ്രസവിച്ച ഈ പെണ്ണ് മരിക്കാൻ വരെ സാധ്യതയുണ്ട്.
ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തു, വയറിൽ കിടക്കുന്ന കുഞ്ഞിനെ നമുക്ക് ഉപേക്ഷിക്കാം, ഇല്ലെങ്കിൽ ഈ പെണ്ണ് തന്നെ മരിച്ചു പോകും. ഡോക്ടർ ഭർത്താവിനോട് പറഞ്ഞപ്പോ ഭാര്യ ഡോക്ടറോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? എന്റെ കുഞ്ഞിന് വല്ല കുഴപ്പമുണ്ടോ ഉസ്താദ് എന്നാ. ഡോക്ടറോട് ചോദിക്കുക, എന്റെ കുഞ്ഞിന് വല്ല കുഴപ്പമുണ്ട്? എനിക്കെന്ത് വന്നാലും കുഴപ്പമില്ല, എന്റെ കുഞ്ഞിനൊന്നും. അതാ ഉമ്മ. പക്ഷെ നമുക്കതിന്റെ വില അറിയില്ല സഹോദര. കെട്ടിയ പെണ്ണിനെ കിട്ടുമ്പോ ചങ്ങാതി, ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ. ചില ഭർത്താക്കന്മാരുണ്ട്, ലാ യദ്ഖുലൂനൽ ജന്ന, ഒരിക്കലും അവൻ സ്വർഗത്തിൽ കിടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. ഈ സദസ്സിൽ ഇരിക്കുന്ന ചില ആണുങ്ങളുണ്ട്, അവൻ ഒരു കാലത്തും അള്ളാന്റെ സ്വർഗത്തിൽ കയറൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആരാന്ന് പറഞ്ഞിരട്ടെ? ഒരു കാലത്തും സ്വർഗത്തിൽ പോകാത്ത ഒരു ഭർത്താവിനെ ഞാൻ പറഞ്ഞിരട്ടെ. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? നീ പെണ്ണ് കെട്ടിയിട്ടില്ലല്ലോടാ. ഒരിക്കലും സ്വർഗത്തിൽ കിടക്കാത്ത ഒരു ഭർത്താവുണ്ട്. ആരെന്നറിയോ? പെണ്ണും പിള്ളയുടെ വാക്ക് കേൾക്കുന്നവൻ. പെണ്ണും പിള്ളയുടെ ഭാര്യയുടെ അടിമയായി കഴിയുന്ന ഭർത്താവ്, അവൻ ഒരിക്കലും സ്വർഗത്തിൽ കയറില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യമല്ലേ? ചില ആണുങ്ങളുണ്ട് ഉസ്താദെ, ഒരു സൈഡിൽ ഉമ്മ, ഒരു സൈഡിൽ ഭാര്യ. ആണുങ്ങൾ പെണ്ണുങ്ങളൊക്കെ പ്രസവ വേദനയെ കുറിച്ച് വാഴ്ന്നു പറയും. അതിനേക്കാളും വലിയ വേദനയാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. നിങ്ങൾക്കറിയോ? ചില വീടുകളിൽ പടച്ചവനെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഉമ്മ, എടാ നിന്റെ പെണ്ണുമ്പിള്ള ഉണ്ടല്ലോടാ, അങ്ങനാടാ ഇങ്ങനാടാ. അള്ളാഹുവേ, ഒരു സൈഡിൽ നിന്ന് ഉമ്മ അങ്ങ് തുടങ്ങും. എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഉമ്മയല്ലേ, മിണ്ടാതെ നിന്ന് കേൾക്കും. അത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ചോറ് ഉണ്ണാതെ ബെഡ്റൂമിൽ പോയി കിടക്കാൻ വേണ്ടി അങ്ങോട്ട് കയറുമ്പോ ആമിന അവിടെ നിന്ന് തുടങ്ങും. നിങ്ങളുടെ തള്ളയുണ്ടല്ലോ, അള്ളാഹലിച്ചേക്കപ്പ. അവിടെ നിന്ന് അവൾ അങ്ങോട്ട് വാഴ്ന്നു തുടങ്ങും. ഈ പാവപ്പെട്ടവൻ ഇരുന്ന് ഉരുക, പടച്ചനെ എന്താ ചെയ്യാ? ഒരു സൈഡിലെ ശൈത്താനും കടലിൽ നിന്ന് നടക്കണം എന്ന് പറയണ പോലെ ചില ഗാനങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ സഹോദര, അള്ളാഹു രണ്ട് ചെവി തന്നിരിക്കുന്ന എന്തിനെന്നറിയോ? രണ്ട് ചെവി അള്ളാഹു തന്നിരിക്കുന്നത് ഒന്ന് കേൾക്കാനും ഒന്ന് കളയാനുവാ. അതാ ജീവിതം. നീ വൈകിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോ നിന്റെ ഉമ്മ നിന്റെ ഭാര്യയെ കുറിച്ച് 100 കണക്കിന് പരാതി പറയും. എല്ലാം ഒരു ചെവിയിലൂടെ കേട്ട് ആവശ്യമുള്ളത് ഹൃദയത്തിൽ ഇറക്കുക, ബാക്കിയൊക്കെ കളയുക. അത് കഴിഞ്ഞ് ബെഡ്റൂമിൽ ചെല്ലുമ്പോ ഭാര്യ നിന്റെ ഉമ്മാനെ കുറിച്ച് 100 പരാതി പറയും. അതും കേൾക്കുക, ആവശ്യമുള്ളത് എടുക്കുക, അല്ലാത്തത് കളയുക. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നിനക്ക് അയ്യൂബ് നബിയുടെ പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭാര്യയുടെ ഇതൊക്കെ ഇങ്ങനെ സഹിക്കുന്ന ഭർത്താവിന് അള്ളാഹു അയ്യൂബ് നബിയുടെ പ്രതിഫലം കൊടുക്കുമെന്ന. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പല വീടുകളിലും എൻ്റെ മക്കളോട്, എൻ്റെ സഹോദരങ്ങളോട് പറയാ, എടാ പെണ്ണെന്തും പറയും, നീ അത് ചെയ്യരുത്. നീ ഒരാണാ, നിന്റെ ഉമ്മയാത്, നിന്റെ വാപ്പയാത്. കെട്ടിയ പെണ്ണെന്തും നിന്നോട് പറയും. നീ ആലോചിച്ച് നോക്ക്. അള്ളാഹുവെ പടച്ചവനെ, നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ രോഗം പിടിച്ചവർ വീടിൻ്റെ അകത്ത് കിടന്നൊന്ന് മൂത്രമൊഴിച്ച, ഒന്ന് കാഷ്ടിച്ച, അള്ളാഹുവേ, ഭാര്യ എന്തെല്ലാം പറയും, ഭാര്യ എന്തെല്ലാം പറയും. നീ ചിന്തിച്ചു നോക്ക്. ബോധമുള്ള ഒരു ഉമ്മ കട്ടിലിൽ കിടന്ന് മൂത്രമൊഴിക്കോ? ഒരല്പമെങ്കിലും ബോധമുള്ള ഒരാള് ബെഡ്റൂമിന്റെ അകത്ത് കിടന്ന് വിസർജിക്കുവോ? തന്റെ വീടിന്റെ അകത്ത് തുപ്പോ? തുപ്പില്ല. ബോധമുള്ളവർ ചെയ്യില്ല. പക്ഷെ രോഗം പിടിച്ച് ഓർമ്മയില്ലാതെ കിടക്കുന്ന നിന്റെ ഉമ്മ ഒന്ന് മൂത്രമൊഴിച്ച, ഒന്ന് കാഷ്ടിച്ച, ഭാര്യ വന്നിട്ട് പറയും, നിങ്ങളുടെ ഉപ്പാടെ ഉമ്മാടെയും മൂത്രവും കാഷ്ടവും ഭാര എനിക്ക് വയ്യ, എവിടെങ്കിലും കൊണ്ടുപോയി കളമനുഷ്യ. അള്ളാഹുവേ, ഈ പെണ്ണിങ്ങനെ പറയുമ്പോ ആ പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് നേരെ ചെന്നിട്ട് ഉപ്പാടെ മുന്നിൽ കിടന്ന് ചാടുന്ന മക്കളുണ്ട്. ഉമ്മാടെ മുന്നിൽ കിടന്നുകൊണ്ട് ഉമ്മാനെ തല്ലുന്ന മക്കളുണ്ട്. എങ്ങനെ കഴിയുന്ന സഹോദര നിനക്ക്? നീ ഇത്രയും കരുണയില്ലാത്തവനായി പോയോടാ. എടാ, ഉമ്മ മൂത്രം ഒഴിച്ചാൽ കഴുകിയ വൃത്തിയാകുമല്ലോ. ഉമ്മാടെ മൂത്രമല്ലേ, ഉപ്പാടെ കാഷ്ടമല്ലേ. നിന്റെ ഉമ്മ ഒന്ന് വീടിന്റെ അകത്ത് തുപ്പിയ കഴുകടാ, തുടച്ചുകളാ, പൂവല്ലോ. എന്ത് നീ നമ്മളെ കുറിച്ച് ചിന്തിക്കാത്തത് എന്തേ? നിന്റെ ഉമ്മ ബെഡ്റൂമിന്റെ അകത്തുനിന്ന് മൂത്രമൊഴിച്ചാൽ നിനക്ക് പറ്റണില്ല. നീ എവിടെ കിടന്നാടാ മൂത്രമൊഴിച്ചേ? ചെറുപ്രായത്തിൽ നിന്റെ ഉമ്മ നിന്നെ ഇങ്ങനെ പൊക്കിയെടുത്തപ്പോ ആ ഉമ്മാടെ ശരീരത്തിലല്ലേ നീ ഒരുപാട് മൂത്രമൊഴിച്ചത്? ഞാനും നിങ്ങൾ മൂത്രമൊഴിച്ചല്ലോ, കാഷ്ടിച്ചല്ലോ. ഉമ്മാടെ മുഖത്ത് നമ്മൾ തുപ്പിയിട്ടുണ്ടല്ലോ, ഛർദിച്ചിട്ടുണ്ടല്ലോ. ഉമ്മ എവിടെങ്കിലും പോകാൻ ഒരുങ്ങി കെട്ടി നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് നിൽക്കണ സമയത്ത് കയറിയിട്ട് മൂത്രമൊഴിക്കും, കാഷ്ടിക്കും, ഉമ്മാടെ മുഖത്ത് ഛർദിക്കും. എന്നാലും എൻ്റെ മോനേന്ന് കെട്ടിപ്പിടിച്ചിട്ടല്ലേ ഉള്ള ആ പാവം എടുത്ത് തറയിൽ കളഞ്ഞില്ലല്ലോ. നിന്നെ ഒന്നും കൊന്നു കളഞ്ഞില്ലല്ലോടാ.
അത്രയും സ്നേഹിച്ച ഉമ്മാനെ ഉപ്പാനെ നിനക്കിന്ന് അധികം പറ്റി ഒരു തൊലിവെളുപ്പുള്ളവൾ എന്തെങ്കിലും പറയുമ്പോ നീ അവരെ തല്ലാ നിൽക്ക, അവരെ കണ്ണുനീര് കുടിക്കുക. ഒരു പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് നീ പട്ടിണിക്കിട്ടിരിക്ക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ നല്ലതുപോലെ കേട്ടോ, സ്വന്തം ഉമ്മാനെയും ഉപ്പാനെയും തിരിഞ്ഞു നോക്കാത്ത എല്ലാ പെണ്ണുങ്ങളും കേട്ടോ, നിനക്ക് അല്ലാഹു ഒരു നല്ല മരണം തരത്തില്ലടി ഒരിക്കലും. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാലും പറയാൻ നിന്റെ നാവ് പൊങ്ങത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. ദുനിയാവിൽ അല്ലാഹു തരുന്ന മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? ഉമ്മാനെ ചീത്ത വിളിച്ചവനെ, ഉമ്മാനെ തല്ലാൻ കൈപൊക്കിയവനെ, ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചവനെ നീ എഴുതി വെച്ചോ, നീ എഴുതി വെച്ചോ. ഉറങ്ങുന്നവൻ നല്ലതുപോലെ കേട്ടോ, അള്ളാഹു നിനക്ക് ദുനിയാവിൽ തരുന്ന മൂന്നാമത്തെ ശിക്ഷ, നിന്റെ ഉപ്പാനെയോ നിന്റെ ഉമ്മാനെയോ നീ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നീ അവരെ തല്ലാൻ കൈപൊക്കിയിട്ടുണ്ടെങ്കിൽ, മോനെ നിന്റെ മക്കളും മരിക്കുന്നതിന് മുമ്പ് നിന്നോടത് തിരിച്ചു ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നീ എവിടെ കൊണ്ട് പഠിപ്പിച്ചാലും നിന്റെ ഉമ്മാനെ തല്ലാൻ നിന്റെ കൈപൊക്കിയിട്ടുണ്ടെങ്കിൽ, നീ എത്ര സ്നേഹിക്കുന്ന മകനാണെങ്കിലും ഒരിക്കൽ നിന്റെ നേരെ കൈപൊക്കിയിരിക്കും. എഴുതി വെച്ചോ. നിന്റെ ഉപ്പയെയും നിന്റെ ഉമ്മയെയും നീ പട്ടിണിക്കിട്ടിട്ടുണ്ടോ? സത്യമായിട്ടും നിന്റെ മാതാപിതാക്കളെ പട്ടിണിക്കിട്ട നിന്നെ നിന്റെ മക്കൾ വിടുവടാ. തിരിഞ്ഞു നോക്കാത്ത ഒരു കാലം, അതിന്റെ വേദന നീ മരിക്കുന്നതിന് മുമ്പ് അനുഭവിക്കും. ഇന്ന് ഭർത്താവിനെ കിട്ടിയപ്പോ വീടിന്റെ അകത്ത് കിടന്ന് നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ ഉമ്മാനെ നീ തിരിഞ്ഞു നോക്കുന്നില്ല. വളർത്തിക്കോ നിന്റെ മോളെയും. നാളെ നിന്റെ ഗതിയും ഇതാ, നാളെ നിന്റെ ഗതിയും ഇതാ. എന്റെ പ്രിയപ്പെട്ടവരെ, നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ മക്കൾ ഇത് നിന്നോട് തിരിച്ചു ചെയ്യും. അപ്പം നിനക്കറിയാം നിന്റെ ഉമ്മയുടെ മനസ്സ് വേദനിച്ചതിന്റെ വേദന നീയും അനുഭവിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവേ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഉമ്മമാരോട് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ പൊറുത്തു തരണേ അള്ളാഹുവേ, നീ പൊരുത്തപ്പെട്ട് തരണേ പടച്ചോനെ. ഞങ്ങളുടെ ഉമ്മാടെയും വാപ്പാടെയും പൊരുത്തം നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാ. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട്, എൻ്റെ ഉമ്മ ഇങ്ങനെ പറയാറുണ്ട്. എൻ്റെ ഭാര്യയോട് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ഉപ്പ എന്നെ ചെറുപ്പത്തിൽ എന്തിനോ തല്ലാൻ വന്നു. എനിക്ക് 5 വയസ്സുള്ളപ്പോ എൻ്റെ ഉപ്പ എന്തോ ഒരു കുരുത്തക്കേട് കാണിച്ചതിൻ്റെ സമയത്ത് എന്നെ തല്ലാൻ വന്നപ്പോ ഉപ്പാനോട് പറയാൻ പാടില്ലാത്ത ഒരു വാക്ക് ഞാൻ പറഞ്ഞു. ഞാനന്ന് കൊച്ചുകുട്ടിയ, എൻ്റെ ഉപ്പാനോട് പറയാൻ പാടില്ലാത്ത ഒരു വാക്ക് ഞാൻ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ മോൻ സിനാൻ, അള്ളാഹു അവനെ സാലിഹായ സന്താനങ്ങളിൽ പെടുത്തുമാറാകട്ടെ. അവൻ 5 വയസ്സായി. ഒരിക്കൽ നേഴ്സറിയിൽ നിന്നവൻ എൻ്റെ വീട്ടിൽ വന്നു. നേഴ്സറിയിൽ പഠിക്കുന്ന മകൻ എൻ്റെ വീട്ടിൽ വന്നു. എന്തോ ഒരു കാര്യം ചെയ്തപ്പോൾ ഞാൻ തല്ലാൻ വടിയെടുത്തിട്ട് ഒരു തല്ലു കൊടുത്തു. ഞാൻ അവനെ റൂമിലിട്ട് എന്തോ ഒരു കാര്യത്തിന് തല്ലിയപ്പോൾ ഞാൻ പണ്ട് 5-ാമത്തെ വയസ്സിൽ എൻ്റെ വാപ്പാനെ വിളിച്ചെന്ന് ഉമ്മ പറഞ്ഞ അതേ വാക്ക് അവൻ എന്നോട് തിരിച്ചു പറഞ്ഞു.